വളരെ വേദനയോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞതിനു ശേഷം നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. പിരായിരി പഞ്ചായത്തിൽ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അവിടുത്തെ ആളുകൾക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു ക്യാൻസർ പേഷ്യന്റ് അദ്ദേഹത്തിന്റെ കുടുംബവും ചേർന്ന് നമ്മളെ കാണാൻ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് സാമുദായിക സംഘടനയുടെ പല നേതാക്കന്മാരുടെയും വീട്ടിൽ കയറുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എൻ്റെ ജോലി. എന്നാൽ വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾ കേരളം മുഴുവൻ മാധ്യമ പ്രവർത്തകര് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയുന്നതിന് മുൻപ് ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ പണം കൊടുക്കുന്ന ഒരാളാക്കി എന്നെ വേട്ടയാടാൻ നിങ്ങൾ പരിശ്രമിച്ചതിന്റെ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന്. രണ്ടാമതായിട്ട് പാലക്കാടിലെ വോട്ടർമാരെ മുഴുവൻ നിങ്ങൾ അപമാനപ്പെടുത്തി. കാരണം പാലക്കാടിലെ വോട്ടർമാർ പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ വാർത്തകൾ അത്രയും സംപ്രേഷണം ചെയ്തത്. 1 മണിക്കൂറിലധികം സമയം ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കണം. ആ ഓട്ടോ സ്റ്റാൻഡ് മുതൽ 1 മണിക്കൂറിലേറെ സമയം ഈ കാറ് എന്നെ ഫോളോ ചെയ്യുകയാണ്. ആ കാറിനകത്ത് 2 ചെറുപ്പക്കാർ ബാക്കിലിരിക്കുകയാണ്. ഒരു സ്ത്രീ മുഖം മറച്ച് ഒരു സ്ത്രീ ഫ്രണ്ടിൽ ആ കാറിലിരിക്കുകയാണ്. ഒരാൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്റ്റോപ്പിലും ഓരോ വീടിന്റെ മുന്നിലും ഞാൻ ഇറങ്ങുമ്പോൾ ആ കാറ് എന്റെ കയ്യിൽ നിൽക്കുകയാണ്. എന്റെ ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ആ കാറ് ശോഭാ സുരേന്ദ്രനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസം? ആ കാറിന്റെ ഫോട്ടോ ഞാൻ പുറത്തിറങ്ങി. ആ കാറിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്പർ എന്റെ കയ്യിലുണ്ട്. രണ്ടാമതായിട്ട്